ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്നുള്ള ടോപ്പിക്കാണ്. ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? On dissolution, the existence of a company comes to an end. It is similar to the death of a living person. After the dissolution of a company, no work can be carried out in the name of the company. Dissolution എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥ, അവസാനിക്കുന്ന അവസ്ഥയാണ് നമ്മളെന്ന് പറയാം ഡിസൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഒരു വ്യക്തി, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നൊരവസ്ഥ, ഒരു ലിവിങ് പേഴ്സണിന് ഒരു മരണം സംഭവിക്കുന്നത് കൂടി ആ വ്യക്തി പൂർണ്ണമായിട്ടും ഇല്ലാതായി അല്ലേ? അതിന് തുല്യമാണ് ഒരു കമ്പനി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന, അതായത് ആ കമ്പനിയുടെ പേരേ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മളെന്ന് പറയാം ഡിസൊല്യൂഷൻ എന്ന് പറയാം. അതായത് ആ ഡിസൊല്യൂഷൻ്റെ ശേഷം പിന്നെ ആ കമ്പനി എന്ന സാധനം നിലവിലുണ്ടാവില്ല. ആ കമ്പനിയുടെ പേരിൽ ഒരു കാര്യങ്ങളും നടത്താനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ വൈൻഡിങ് അപ്പും അല്ലെങ്കിൽ കമ്പനീൻ്റെ ഡിസൊല്യൂഷൻ തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, വൈൻഡിങ് അപ്പ് തന്നെയാണ് ഡിസൊല്യൂഷൻ. അതായത് അത് തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചു പൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, കമ്പനി അടച്ചു പൂട്ടുന്ന ആ ഒരു പ്രക്രിയയെ, ആ നടപടിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയാം. അങ്ങനെ വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ഘട്ടങ്ങളും അതിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്ത് അവസാനം വൈൻഡപ്പ്, അതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ, അതായത് കമ്പനി അടച്ചു പൂട്ടുന്ന അവസ്ഥ, പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് കമ്പനി അടച്ചു പൂട്ടുന്ന അവസ്ഥ, ആ സ്റ്റേജാണ് എന്ത്? ഡിസൊല്യൂഷൻ. അതായത് വൈൻഡിങ് അപ്പ് പൂർത്തിയാകുന്ന സ്റ്റേജാണ് എന്ത്? കംപ്ലീഷൻ ഓഫ് വൈൻഡിങ് അപ്പാണ് എന്ത്? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രക്രിയ പൂർണ്ണമായിട്ടും പൂർത്തിയായാൽ, എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ഡിസൊല്യൂഷൻ സംഭവിച്ചു, അതായത് ഡെത്ത് സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി, ഏതൊക്കെ രീതിയിലാണ് കമ്പനിയുടെ ഡിസൊല്യൂഷൻ സംഭവിക്കുക, അതായത് പൂർണ്ണമായും കമ്പനി ഇല്ലാതാകുക എങ്ങനെയൊക്കെയാണെന്ന്. ഒന്ന്, ഇഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് റിമൂവ്ഡ് ഫ്രം ദി രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാറുടെ രജിസ്റ്ററിൽ നിന്ന് കമ്പനിയുടെ പേര് എടുത്തൊഴിവാക്കപ്പെട്ടാൽ അപ്പോൾ എന്ത് ചെയ്യും? കമ്പനിയുടെ ഡിസൊല്യൂഷൻ സംഭവിക്കും. പിന്നെ ഡിസൊല്യൂഷൻ ബൈ ദി ഓർഡർ ഓഫ് ട്രിബ്യൂണൽ. നിങ്ങൾക്കറിയാം, കമ്പനീൻ്റെ ട്രിബ്യൂണൽ കമ്പനി എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും. കമ്പനിയെ അടച്ചു പൂട്ടാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്താൽ അതോടുകൂടി വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വൈൻഡിങ് അപ്പ് പൂർത്തിയാകുന്നതോടുകൂടി എന്തായി? ഡിസൊല്യൂഷൻ ബൈ ദി ഓർഡർ ഓഫ് ട്രിബ്യൂണലായി. പിന്നെ ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ. ഇനി കമ്പനി എന്ത് ചെയ്യുക? സ്വമേധയാൽ ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ട്, അതായത് വളണ്ടറി വൈൻഡിങ് അപ്പിലൂടെ കമ്പനി അടച്ചു പൂട്ടിയാൽ ആ കമ്പനിയുടെ വളണ്ടറി വൈൻഡിങ് അപ്പ് പൂർത്തിയാകുന്നതോടുകൂടി പിന്നെ നമ്മൾ അതിനെന്താ പറയുക? ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ എന്നാ പറയുക. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജ്, അതായത് വൈൻഡിങ് അപ്പിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ആ കമ്പനി പൂർണ്ണമായിട്ടും ഇല്ലാതാകും, അതായത് ആ കമ്പനീൻ്റെ ഡെത്ത് സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഒരു ഡെത്ത് തന്നെയാണ്, അതായത് എൻഡ്, അവസാനം. ഓക്കെ, ഇനി അടുത്തത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, അതായത് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് എ ട്രിബ്യൂണൽ ടു ബി നോൺ ആസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രസിഡന്റ് ആൻഡ് സച്ച് നമ്പർ ഓഫ് ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പർ ആസ് മേ ബി ഡീംഡ് നെസസറി. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ത്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പ്രസിഡൻറ്റും അതേപോലെ നിരവധി ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സുമാണ് അടങ്ങിയിട്ടുള്ളത്. അത് മെമ്പേഴ്സ് ഇത്ര എണ്ണമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അത്രയും ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സാണ് ഉണ്ടാകുക. ഓക്കെ, ഇതിൻ്റെ ഹെഡായിട്ട് ഒരു പ്രസിഡൻ്റ് ഉണ്ടാകും. പ്രസിഡൻ്റ് എന്തായിരിക്കണം? ഷാൾ ബി എ പേഴ്സൺ ഹൂ ഈസ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 5 years. 5 വർഷമായിട്ട് ഒരു ഹൈക്കോർട്ട് ജഡ്ജിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക. ദ പ്രസിഡന്റ് ആൻഡ് എവരി അതർ മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years. പ്രസിഡൻറ്റും അതേപോലെ മറ്റുള്ള ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യണം? 5 വർഷം എന്ത് ചെയ്യണം?
ട്രിബ്യൂണലിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കണം. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് പ്രസിഡന്റ് ഈസ് 67 years ആൻഡ് ദാറ്റ് ഓഫ് അതർ മെമ്പേഴ്സ് 65 years. 50 years ഈസ് ദ എലിജിബിൾ ഏജ് ഫോർ അപ്പോയിൻമെൻറ്റ്. അതായത് പ്രസിഡൻറ്റിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ 67ഉം മറ്റു മെമ്പേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ 65ആണ്. പക്ഷേ ട്രിബ്യൂണലിൻ്റെ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് 50 വയസ്സെങ്കിലും ആകണം. അതായത് 50 വയസ്സായ വ്യക്തിയെ എന്ത് ചെയ്യുള്ളൂ, ട്രിബ്യൂണലിൻ്റെ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ 67 വയസ്സാകുമ്പോൾ പ്രസിഡൻറ്റിന് റിട്ടയർമെൻറ്റ് ഏജ് ആവും. 65 വയസ്സാകുമ്പോൾ മറ്റ് മെമ്പേഴ്സിനും റിട്ടയർമെൻറ്റ് ഏജ് ആവും. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ഏജ് ആവും വേണം, 50 വയസ്സ് ആകും വേണം. അടുത്തത് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. The central government has to establish an appellate tribunal known as National Company Law Appellate Tribunal. It has to consist of a chairman and a judicial and technical members not exceeding 11. The chairperson has to be judge of the Supreme Court. The chairperson has to be a judge of the Supreme Court. അതായത് പിന്നീട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ത്, നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. ഇതിൻ്റെ മെയിൻ ഹെഡായിട്ട് വരുന്നത് ചെയർമാനാണ്, അതേപോലെ ജുഡീഷ്യൽ ടെക്നിക്കൽ മെമ്പറും. ഇതിൻ്റെ മെമ്പേഴ്സ് ഒരിക്കലും എന്താവില്ല, 11 മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല. 11 മെമ്പേഴ്സ് വരെ മാക്സിമം വരാൻ പാടുള്ളൂ. ആ 11 മെമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള മെമ്പർമാരാണ് വരിക. അതിൽ തന്നെ ഒരു ചെയർമാൻ ഉണ്ടാവും, പിന്നെ ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പർമാരും ഉണ്ടാകും. ചെയർമാൻ എന്തായിരിക്കണം, സുപ്രീം കോടതി ജഡ്ജായിരിക്കണം എന്ത് ചെയർമാനായിട്ട് വരേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി നിങ്ങളുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.